നാടകത്തില്ല, ഞങ്ങൾ ചെറുപ്പം തുടങ്ങിയിട്ട് വളരെയധികം ബന്ധമുള്ള കുടുംബങ്ങളാണ്. 2 കുടുംബ സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ തുടങ്ങിയിട്ട്. പിന്നെ നാടകമായിട്ട് ബന്ധപ്പെടുന്നതാകും BA ഒക്കെ പഠിക്കുമ്പോൾ ഞാനും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞങ്ങളങ്ങനെ പുതിയൊരു നാടക ട്രൂപ്പ് ഉണ്ടാക്കുകയും കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു, അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ. അവരെ വെച്ചുകൊണ്ട് നാടക ട്രൂപ്പ് ഉണ്ടാക്കി, അതിന് കൽപ്പന ആർട്സ് എന്ന് പേര് കൊടുത്തു. അതിൽ അവന് ഈ ആദ്യത്തെ നാടകം ജനിസ്മൃതി എന്ന് പറഞ്ഞ നാടകം, അത് ഏറ്റവും കുന്നംകുളം ബാർ ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷൻ ക്ലബ്ബ് കുന്നംകുളം നടത്തിയ അഖില കേരള മത്സരത്തിൽ എല്ലാ സമ്മാനങ്ങളും നേടാൻ കഴിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ അത് 76-75-76 അപ്പോൾ അന്ന് ഏറ്റവും നല്ല അവതരണ രീതി, നമ്മുടെ ആ കാലഘട്ടത്തിൽ നാടകങ്ങൾ അവതരിപ്പിച്ച രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് അവൻ്റേതായ തീർത്തും അവൻ്റെ ഒരു പ്രത്യേക വൈഭവം തന്നെയായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങളൊരു 5-10 നാടകങ്ങളിൽ ഒന്നായിട്ട് ഞങ്ങൾ എഴുതുകയും ഞാനും അവരും തമ്മിൽ മാറി മാറി എഴുതും, സംവിധാനം ചെയ്യും. അങ്ങനെ പല അഖില കേരള മത്സരങ്ങളിൽ ഒരുപാട് പ്രൈസുകൾ, അഭിനയം, സംവിധാനം, രചന ഇതിനൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പോഴൊക്കെ അവന് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെലക്ഷൻ കിട്ടി, അവിടേക്ക് പോയി. അതിനുശേഷം സജീവമായിട്ട് ഇവിടെയല്ല. അന്നേരം പയ്യന്നൂർ ഞങ്ങൾ സംഘടിച്ചപ്പം പയ്യന്നൂർ ഒരു എൻ്റെ നാടകങ്ങൾ 2 നാടകങ്ങളിൽ അന്ന് ഞാൻ പയ്യന്നൂരായിരുന്നു നമ്മളെ നാടകത്തിൻ്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റി. അതിൽ ഞാൻ അവതരിച്ചു. പിന്നെ ഇത് നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ ഒരു കഥ വന്നപ്പോൾ അതിൽ അന്നേരം അവൻ ഒരു 2 ഫിലിമിൽ വന്ന സമയമാണ്. അന്ന് ചെറിയൊരു റോളിൽ അഭിനയിച്ചത്. പിന്നെ അവിടെ നമ്മളൊരു പ്രൊഫഷണൽ നാടകവേദി സംഘടിപ്പിക്കാൻ ശ്രമിച്ചിന്. അതിനിടയിൽ സിനിമയിലേക്ക് തിരക്കിട്ട് പോകേണ്ടി വന്നു. എന്നാലും തൃക്കരിപ്പൂരുമായി ഇതേമാതിരി ആത്മബന്ധം ശ്രീനിക്കുണ്ട്. അവിടെയും ഒരുപാട് സുഹൃത്തുക്കളും നമ്മളൊന്നായിട്ട് കുറേ അവിടെ താമസിച്ചതാണ്. ഇന്നും അവരുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. അവിടെ ദീപ്തി ആർട്സ് എന്നെല്ലാം പറഞ്ഞിട്ട് ആർട്സ് നല്ലൊരു വരക്കം ഗോവിന്ദ് നല്ലോണം വരയിലുള്ള അവരുടെ നല്ല ബന്ധമുള്ളതാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല മാത്രമല്ല, ഒരു കുടുംബ ജീവിതമാണ്. എല്ലാ വൈഷമ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അത് പരിഹരിക്കാൻ ഞങ്ങൾ തന്നെ ശ്രമിക്കുകയും പിന്നെ എല്ലാവരും സെറ്റയർ മൂഡിൽ കാണുകയായിരുന്നു. അവൻ റീനീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവനെല്ലാം സെറ്റയർ മൂഡിലേക്ക് കാണും. ഏത് സീരിയസ് മാറ്ററും വളരെ ലാഘവത്തൊക്കെയാണ് നമ്മൾ ചിരിപ്പിക്കത്തക്ക വിധത്തിൽ പ്രകടിപ്പിക്കുവാനുള്ളൊരു ജന്മവാസ അവന് കുഞ്ഞിലേ ഉണ്ട്, ചെറുപ്പത്തിലേ ഉണ്ട്. അവസാനമായിട്ട് വിളിക്കലിപ്പോൾ ഒരു 2 മാസം, കുറച്ച് 2-3 മാസം, 2 മാസം ഒന്നും വിചാരിക്കാം വിളിച്ചിന്. പിന്നെ ഞാനും ദിവാരനും കൂടിയിട്ട് ഇപ്പോൾ ഒരു ദിവാരൻ നിങ്ങളിപ്പം ഇപ്പം ഇവൻ്റെ മച്ചൊന്ന് അവിടെ പോയി അവർ ഞങ്ങളവിടെ അവൻ്റെ അമ്മാവൻ മരിച്ചപ്പോൾ അന്നേരം ഈ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഒന്നും ശ്രീനി മരിച്ചു ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസം, അതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പെയാണ് അവൻ എന്നെ വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, എനിക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ഫോൺ വന്നേരപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി ഇവനെ വിളിച്ചപ്പോൾ ഇപ്പം തന്നെ എടുത്തിന്. പക്ഷേ അന്നേരം സംസാരിക്കാൻ്റെ ശേഷി കുറഞ്ഞു വന്നു ഞാൻ. എന്നിട്ട് ഭാര്യനെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഭാര്യനെ വെച്ചാൽ അതൊരു 1.5 മാസം ഞങ്ങൾ അയാൾ മരിച്ചിട്ട്. ആ അന്നേരം ബ്ലോക്ക് ഓഫീസറായിരുന്നു അച്ഛത്. അത് ഈ ദിവാറിൻ്റെ അമ്മാവനാണ്. ഇല്ല, അന്നേരം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ബാംഗ്ലൂരായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ശ്രീനി അങ്ങനെ ഒരു പാർട്ടിയോട് അങ്ങനെ അത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേജിൽ ഭരിക്കുന്ന ആളൊക്കെ അല്ലേ നമുക്ക് പെട്ടെന്ന് കണ്ടെത്തുവാൻ കഴിയുക. നമ്മൾ ഏട്ടൻ ഭയങ്കര കോൺഗ്രസ്സുകാരനായിരുന്നു. ഏട്ടൻ പറഞ്ഞപ്പോൾ നേതാവായിരുന്നു. പിന്നെ ഭയങ്കര സ്ട്രൂഡാണ്, വളരെ എല്ലാവരോടും വളരെ ഗൗരവത്തിലാണ്. അവനോട് ഏട്ടനെ വരെ ഇവൻ തമാശ പറഞ്ഞ് ചിരിപ്പിച്ച് കളി. ഇവനന്നേരം കോൺഗ്രസിനെ കുറിച്ച് ഏട്ടനോടും ഇങ്ങനെ ആരും വിമർശനത്തൊന്നും നിൽക്കാത്തയാണ്. ഇവിടുത്തെ തലശ്ശേരി പബ്ലിക് പ്രോസിക്യൂട്ടറിലായിരുന്നു. അപ്പോൾ ആ പുള്ളി അന്നേരം ഒന്നുമില്ലാണ്ട് ആരോടും അത് അവൻ അന്നേ അത് എവിടെയും കയറാനും എവിടെയും തൻ്റേതായ അഭിപ്രായം പറയാനും അതിനെ ചിത്രീകരിക്കാനുള്ളൊരു വാസന ഉണ്ട്. അതിലൊന്നും പിന്നെ ഞാനൊരു പത്രം നടത്തിയപ്പോൾ ഞങ്ങൾ പത്രം നടത്തിയിട്ടായിരുന്നു തലശ്ശേരി. അന്നേരം കോൺഗ്രസിൻ്റെ പത്രമില്ല, അത് ഏട്ടനാണ് നടത്തിന്. ഞാനായിരുന്നു എഡിറ്റർ. അന്നേരം അവൻ വന്ന് നമ്മളിൽ ഒരുപാട് സെറ്റയർ ലേഖനങ്ങൾ ചെയ്തു. എന്നിട്ട് ഏട്ടൻ തന്നെ പറയും, നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കുന്നില്ല, അതിൽ ഞാൻ കോൺഗ്രസിനെ വിമർശിക്കുന്നതായിരിക്കും രസകരമായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നാൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അതായത് ബോൺ ടാലൻ്റാണ് അങ്ങനെയുള്ള ആൾ ഇവിടെ ചുരുക്കേ ഉള്ളൂ. എനിക്ക് സിനിമ ഫീൽഡിൽ അവൻ്റെ മാതിരി കഴിവുള്ള കലാകാരനൊന്നും എടുത്തു പറയാനില്ല. വൺ ഓഫ് ദി ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ്. ഫസ്റ്റ് നാടകം കോളേജിൽ നിന്ന് കിട്ടിയത് കോളേജിൽ നിന്ന് പിന്നെ യൂണിവേഴ്സിറ്റി
കലോത്സവത്തിൽ ഏറ്റവും നല്ല നടന് കിട്ടി. ഒരു കുഷ്ഠരോഗിന് അങ്ങനെയായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഞാൻ അന്ന് ഞങ്ങളെ ഏറ്റവും ആദ്യം നടക്കുന്നത് അഹല്യ എന്ന് പറഞ്ഞ നാടകം ആദ്യം അവതരിപ്പിക്കുന്നത്. അത് 70 അല്ല 70 1970 ആദ്യത്തെ അതിൽ നടന്നു. അതിനുശേഷം പിന്നെ കുറേ നാടകങ്ങൾ അവന് എഴുതിയതും ഞങ്ങൾ മട്ടന്നൂരും അവിടെ ഇവിടെ എവിടെ പോലും ഒരുപാട് സ്ഥലത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതും മതിയാക്കി. അല്ല അപ്പോൾ അവൻ പോയല്ലോ. പിന്നെ എൻ്റെ കൂടെയുള്ളവർ അന്നത്തെ കലാകാരന്മാർ ഒരാൾ ജോലി കിട്ടിയപ്പോൾ CBIയിലും അവിടെ ഇവിടെയെല്ലാം ജോലി എടുത്ത് പോയാലും പഠിച്ചവർ. അതിനുശേഷം നമ്മൾ അപ്പോൾ തൃക്കരിപ്പൂർ അങ്ങനെയാണ് ഞാൻ തൃക്കരിപ്പൂർ പോയാടെ ക്രിസ്ത്യനീനെ തൃക്കരിപ്പൂരെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് വീടെല്ലാം എടുത്ത് നമ്മളവിടെ താമസമെല്ലാം ആക്കിയതാണ്. പക്ഷേ അപ്പോൾ അന്നേരമാണ് ഇവന് സിനിമയിൽ നിന്ന് 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞൊരു സിനിമ ആദ്യം. അതിൽ ഒരു സംവിധായകൻ എടുക്കുമ്പോൾ ഇവനെ വിളിച്ചുകൊണ്ട് അയാൾക്ക് വലിയ വിവരമില്ല. അയാൾ ഏതൊരു ആളെ പിടിച്ചിട്ട് ആ ഫിലിമിലാണ് ഇവൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നതിന് ശേഷം പഠിക്കുകയും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ശ്രീനിക്കായിരുന്നു. വയനാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ. അങ്ങനെയാണ് അവൻ അതിൽ നിന്ന് സിനിമേൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് എൻ്റെ അറിവ്. അവിടുന്ന് പോയി. അതുകൊണ്ട് ഞങ്ങൾ പ്രൊഫഷണൽ നാടകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ചെറുപ്പമായി എന്നെക്കാട്ടും ഇളയതാ എൻ്റെ അനിയനാ. ഞാൻ വെച്ചൊന്നാ അവൻ്റെ ഏട്ടൻ എൻ്റെ പ്രായം. അപ്പോൾ എന്നെ ഒരു എപ്പം ബഹുമാനത്തോടെ അങ്ങനെ നമ്മൾ കുറച്ച് മേലോട്ടായിട്ട് കാണുന്നു. എൻ്റെ മുമ്പ് അങ്ങനെ ഇതൊന്നും സാധാരണ ഇല്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് കാലം ഒന്നായിട്ട് നിൽക്കുകയും മദ്രാസിൽ ഞാൻ കുറച്ച് കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പ്രഭാകരൻ മാഷ് അന്നത്തെ പ്രിൻസിപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അയാൾ എൻ്റെ സീനിയറായിട്ട് ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇപ്പം എന്നും നല്ല കാര്യം ഇവിടെ തന്നെ ഇവിടെ ആയിരിക്കും. ഇവിടെ വന്ന് നമ്മൾ തമാശ പറയുന്നത് ഇങ്ങനെ ഒരു ചവ തുടങ്ങിയത് ഞങ്ങൾ കൂടി ബെറ്റ് വെച്ചിട്ട് തുടങ്ങിയതാണ്. ഈ വെറ്റില ഞാനിപ്പം ഞാൻ ആദ്യം മദ്യപാനോ ബീഡിയോ സിഗരറ്റ് ഇങ്ങനത്തൊന്നും ഞാൻ വിളിച്ചില്ല. ഒരു തമാശക്ക് നമ്മൾ ഏടത്തിയെന്ന് വെക്കുന്നത്. ഏടത്തിയായിട്ടുള്ളൊരു തർക്കത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രീനി മോനും ചവച്ചു ഞാനും ചവച്ചു. അങ്ങനെ പിന്നെ ഞാൻ ചവ ശരിയാക്കി. അത്രയേ ഉള്ളൂ. പിന്നെ അവൻ്റെ ഈ ഇതെന്ന് പറഞ്ഞാൽ ടെൻഷൻ പിടിച്ച ജീവിതമായതുകൊണ്ടാണ് അവൻ്റെ ആയുസ് ദൈവം കുറച്ചാക്കി കളഞ്ഞെന്നാണ് തോന്നുന്നു. സിനിമയിലേക്ക് പോകുമ്പം സിനിമയിലെത്താനും സിനിമയിലെത്തിക്കഴിഞ്ഞപ്പം ഭയങ്കര ടെൻഷനല്ലേ. എപ്പോഴും ഇതിൻ്റെ ഇതുണ്ടാവും. ഞാൻ കുറച്ച് കാലമായിരുന്നു കണ്ടതാണ്.